ഹലോ, ഞങ്ങളിന്ന് മുഖത്തല മുരാരി ക്ഷേത്രം വരെ പോവുകയാണേ. അവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. തിരുവാഭരണമൊക്കെ വന്നു. ഞങ്ങളിതേ അവിടെ ജംഗ്ഷനിലെത്തി. അവിടെ കുറേ പഞ്ചാരിമേളം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞാനും രാകേഷേട്ടനും ധ്രുക്കുട്ടനും. ഞങ്ങൾ 3 പേരും കൂടി കാറിൽ പോവുക. ഭയങ്കര ബ്ലോക്കായിരുന്നു. ബസ്സും പിന്നെ അമ്പലത്തിൽ പോകുന്ന കുറേ കാറുകളും പിന്നെ ജനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഉത്സവത്തിൻ്റെ പഞ്ചാരിമേളം കാണാനും അവിടെ നല്ല രസമാണ്. വഴിയിലൊക്കെ കച്ചവടങ്ങളുണ്ട്, മാല വിൽക്കുന്നുണ്ട്. എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ അത് മേടിക്കണം, അത് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ധ്രുക്കുട്ടൻ്റെ നിർബന്ധം കാരണം ഒന്നും പറ്റിയില്ല. അമ്പലത്തിൽ തൊഴുതത് പോലും കഷ്ടിച്ചാണ്. ഭയങ്കര കരച്ചിലായിരുന്നു അമ്പലത്തിനകത്ത് കയറിയപ്പോഴത്തേക്കും അവൻ. ഞങ്ങളങ്ങനെ പോവുകയാണ്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാൻ സ്ഥലം നോക്കി ഒരുപാട് ദൂരെയാണ് വണ്ടി ഒതുക്കി. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. അമ്പലത്തിനകത്തേക്ക് കയറിയപ്പോൾ ധ്രുക്കുട്ടൻ എൻ്റെ കയ്യിലേക്ക് വന്നു. പിന്നെ ഞാൻ അവനെ കൊണ്ട് നടന്നത്. അമ്പലത്തിന് പുറത്തായിട്ട് ആനയൊക്കെ നിർത്തി എന്തോ പൂജയും കാര്യങ്ങളും ഒക്കെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട്. അവിടെ ധ്രുക്കുട്ടൻ ആണെങ്കിൽ മറ്റു പിള്ളേർ പന്ത് കളിക്കുന്ന കണ്ടിട്ട് അവരുടെ പന്ത് എടുക്കാൻ പോവുകയും അവരുടെ കൂടെ പന്തടിക്കാൻ പോവുകയും ചെയ്യായിരുന്നു. ഞാനവനെ പിടിച്ച് പിറകെ ഓടി എൻ്റെ ഉപ്പാട് വന്നു. അങ്ങനെ പന്തുകളുടെ പിറകെ ഓട്ടമായിരുന്നു ധ്രുക്കുട്ടൻ്റെ ജോലി. ധ്രുക്കുട്ടൻ പിന്നെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ മേളിൽ കയറാൻ ഭയങ്കര പാടാണ്. നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളിക്കാരനെങ്കിൽ ഫുൾ ടൈം നടക്കണം. പിന്നെ എങ്ങനെയെങ്കിലും ആയിരിക്കും നമ്മൾ എടുത്ത് പിടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ പിള്ളേരെ കൂടെ കളിക്കാനുള്ള ഓട്ടത്തിലാണ്. ഏതെങ്കിലും ഒരു ബാൾ എനിക്ക് കിട്ടുമോ എന്നുള്ള വെപ്രാളത്തിൽ കിടന്ന് ഓടുകയാണ് പാവം. ഇവിടുത്തെ ഈ കൃഷ്ണനെയും മയിലിനെയും ഒക്കെ ഓലയും കുരുത്തോലയൊക്കെ വെച്ചിട്ട് കൊടിമരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പറയിടിയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെല്ലാം വിളക്ക് കത്തിച്ച് വെച്ച് നല്ല ഭംഗിയായിരുന്നു. ആനയുമായിട്ടുള്ള ആ പൂജ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുഞ്ഞിനെ കൊണ്ട് തോനെ നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര കരച്ചിലായിരുന്നു അവൻ. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി കടയിലേക്കാണ്. വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു. അത് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. 10 മണിയാകാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കോളേജനിലേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വെജ് വേ കയറാനാണ് പോയത്. പക്ഷേ അവിടെ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പിന്നെ പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പോളയത്തോട് വന്നു. എനിക്ക് ഏത് രാത്രി തന്നാലും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചു. വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചു. സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.